അസ്സലാമു അലൈക്കും ഡിയേഴ്സ്. ചെറിയൊരു ബ്രേക്കിന് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. സീക്രട്ട് കുക്കിംഗ് ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്ലെങ്കിൽ തന്നെ ഒരു റെൻറ്റഡ് ഫ്ലാറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഇന്നൊരു സിമ്പിൾ കിച്ചൺ ടൂറായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ഫ്ലാറ്റിലുള്ള കിച്ചൺ വളരെ സിമ്പിളായിട്ടുള്ളൊരു കിച്ചണാണ്. അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്, അതുകൊണ്ട് അതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് കിച്ചൻ്റെ ഓവർവ്യൂ. വളരെ സിമ്പിളായിട്ടുള്ള കിച്ചണാണ്. രണ്ട് സൈഡിലായിട്ടാണ് കിച്ചൻ്റെ ക്യാബിനറ്റ്സ് ഉള്ളത്. ഈ ഒരു ഫ്ലാറ്റ് ചൂസ് ചെയ്യാൻ കാരണം തന്നെ ഇതൊരു വൈറ്റ് തീമിലായതുകൊണ്ടാണ്. കിച്ചണും ടോയ്ലറ്റ്സും അതുപോലെ ബാക്കിയുള്ള എല്ലാ ഏരിയാസും ഒരു വൈറ്റ് തീമാണ്, അതുപോലെ ഫ്ലോറിങ്ങും. അതുകൊണ്ട് തന്നെ ഫർണിഷിങ്ങും പിന്നെ അതുപോലുള്ള ബാക്കി പുതിയ വാങ്ങിച്ച ഐറ്റംസ് എല്ലാം തന്നെ ഒരു വൈറ്റ് തീമിലാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കിച്ചൻ്റെ റൈറ്റ് സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കൗണ്ടർ ടോപ്പിൽ ഞാൻ മൈക്രോവേവ് ഓവൻ വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഫ്രൂട്ട് ബാസ്ക്കറ്റ്, അത് കഴിഞ്ഞിട്ട് സ്പൈസ് റാക്ക് വെച്ചിട്ടുണ്ട്. സ്പൈസ് റാക്കിൽ ഒരുവിധം നമുക്ക് പെട്ടെന്ന് ആവശ്യമുള്ള എല്ലാ സ്പൈസസും ആ ഒരു റാക്കിലാണ് വെച്ചിരിക്കുന്നത്. അതിന് മുകളിലായിട്ട് ഞാൻ ഈ വിധത്തിലാണ് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ തന്നെയാണ് ഞാൻ പരിപ്പ് ഐറ്റംസും അതുപോലെ നട്ട്സ്, റേസിൻസ് ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഈ ഒരു ഭാഗത്ത് തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എപ്പോഴും ആവശ്യമുള്ള ഐറ്റംസ് ആയതുകൊണ്ട് വളരെ ഈസി ആയിട്ട് എടുക്കാവുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു ഭാഗത്താണ് ഈ ഒരു ഐറ്റംസ് എല്ലാം തന്നെ വെച്ചിരിക്കുന്നത്. ഈ ഒരു ക്യാബിനറ്റിൻ്റെ ഡോറിൻ്റെ മുകളിൽ ഒരു സ്റ്റിക്കർ ഹൂക്ക് വെച്ച് കൊടുത്ത് അതിലാണ് ഞാൻ സിലിക്കൺ മാറ്റ്സ് ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലായിട്ട് ഞാനൊരു സ്പൂൺ സ്റ്റാൻഡ് കൂടി വെച്ചിട്ടുണ്ട്. ഭക്ഷണം പാകം ചെയ്യുന്നതിനിടയിൽ നമുക്ക് സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്പൂൺസ് യൂഷ്വലി നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെക്കുക ചെയ്യുക. അപ്പം ഇത് കോമൺ ആയിട്ട് അതിനു വേണ്ടി വെക്കുകയാണെങ്കിൽ എല്ലാ പരിപാടിയും കഴിഞ്ഞാൽ, കുക്കിംഗ് ഒക്കെ കഴിഞ്ഞാൽ ഈ ഒരു അടിയിലത്തെ പ്ലേറ്റ് ഒന്നെടുത്ത് വാഷ് ചെയ്താൽ മാത്രം മതി. ഈ ഒരു ഐറ്റം എല്ലാവർക്കും ഫെമിലിയർ ആണെന്നറിയാം, എന്നാലും അറിയാത്തവർക്കായിട്ടാണ് പറയുന്നത്. എനിക്ക് ഈ ഒരു ഐറ്റം കിട്ടിയത് ഹോം സെൻറ്ററിൽ നിന്നാണ്. ഇതാണ് എൻ്റെ കുക്കിംഗ് റേഞ്ച്. ഇതിൻ്റെ താഴെയായിട്ട് ബേക്കിംഗ് ആൻഡ് ഗ്രില്ലിംഗ് പാർട്ടാണ്. മുൻപേ യൂസ് ചെയ്ത കുക്കിംഗ് റേഞ്ച് തന്നെയാണിത്. ഇതൊരു വൈറ്റ് കളറായതുകൊണ്ട് ഈ ഒരു കിച്ചണിന് നല്ലപോലെ മാച്ചായി. ഇതിൻ്റെ മുകളിലത്തെ ക്യാബിനറ്റ് കുറച്ച് ഹൈറ്റിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആവശ്യമില്ലാത്ത കുറച്ച് സാധനങ്ങളാണ് ഞാൻ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്.
കുക്കിംഗ് റേഞ്ചിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള കൗണ്ടർ ടോപ്പിൽ ഞാൻ ഇൻഡക്ഷൻ കുക്കർ വെച്ചിട്ടുണ്ട്. അതിനടുത്തായിട്ട് തന്നെ ഒരു ഹാങ്ങിങ് ബാർ വെച്ച് കൊടുത്ത് അതിലേക്കാണ് ടീ കപ്സ് ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് സ്ഥിരം യൂസ് ചെയ്യാത്ത സ്പാച്ചുലാസും അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം അതിൽ ഒരു ബൗളിലായിട്ട് അത് വെച്ച് കൊടുത്തിട്ടുണ്ട്, ഹാങ്ങിങ് ബൗളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്ഥിരം യൂസ് ചെയ്യുന്നത് വേറെ തന്നെ ക്യാബിനറ്റിൽ വെച്ചു, അതല്ലാത്തതെല്ലാം ഇവിടെ ഹാങ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു മണി പ്ലാന്റ് കൂടി ഈ ഒരു കോർണറിൽ വെച്ചിട്ടുണ്ട്. യൂഷ്വലി ചായ ഉണ്ടാക്കുന്നത് ഇൻഡക്ഷൻ കുക്കറിലാണ്. അതുകൊണ്ട് തന്നെ അതിനടുത്തായിട്ട് ഒരു ചെറിയ റാക്ക് വെച്ചിട്ട് അതിന് മുകളിലാണ് ചായപ്പൊടി, പഞ്ചസാര, അതുപോലെ കോഫി പൗഡർ, ഇത് മൂന്നും ഓരോ കണ്ടെയ്നറിലായിട്ട് വെച്ച് കൊടുത്തത്. കിച്ചണിലേക്കും അതുപോലെ ഫ്ലാറ്റിലേക്കുള്ള മിക്കവാറും ഐറ്റംസ് ഞാൻ വാങ്ങിയത് ഐക്കിയെന്നും പിന്നെ ഹോം സെൻറ്റർ, അതുപോലെ ഗിഫ്റ്റ് മാർക്കറ്റ് ഒരു 2-3 ഗിഫ്റ്റ് മാർക്കറ്റ് ഉണ്ട് ഇവിടെ ആ ലൈനിൽ. അപ്പം ഈ 3 സ്ഥലങ്ങളിൽ നിന്നാണ് മെയിനായിട്ട് വാങ്ങിയത്. അപ്പോൾ കൗണ്ടർ ടോപ്പിൻ്റെ ഒരു കോർണറിലായിട്ട് ബ്രെഡ് ബിൻ വെച്ചിട്ടുണ്ട്. അതിനകത്താണ് ബ്രെഡ് ബൺ, അതുപോലെ ജാമൊക്കെ അതിനകത്ത് തന്നെയാണ് വെക്കുന്നത്. അതിന് മുകളിലായിട്ട് ചെറിയൊരു സ്പേസ് ഉള്ളത് കൊണ്ട് അവിടെ മക്കൾക്കൊക്കെ പെട്ടെന്ന് എടുക്കാൻ ആവശ്യത്തിന് ബിസ്ക്കറ്റ്സ് പിന്നെ നട്ട്സൊക്കെ ആ ഒരു ഭാഗത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ഭരണി പോലത്തെ ഒരു സംഭവത്തിൽ ഞാൻ പിക്കിൾസാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഈ ഒരു കോർണറിലായിട്ട് ഞാനൊരു റാക്ക് വെച്ച് അതിൽ ഡ്രൈ ഫ്ലവേഴ്സ്, അതായത് ലാവൻഡർ, പിന്നെ റോസ് ഫ്ലവേഴ്സ്, അതുകൂടാതെ ഗ്രീൻ ടീ, ഇതൊക്കെയാണ് വെച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു ഭാഗത്തും ഹാങ്ങിങ് റോഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇതുപോലെ ഐറ്റംസ് ഹാങ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി ഓവൻ്റെ ലെഫ്റ്റ് സൈഡിൽ മുകളിലുള്ള ക്യാബിനിൽ ഞാൻ ഗ്ലാസ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഗ്ലാസ്സസും ജ്യൂസ് ഗ്ലാസ്, അതുപോലെ ഫലൂദ ഗ്ലാസ്, അങ്ങനെയുള്ള ഐസ്ക്രീം ബൗൾസ്, ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഈ ഒരു ഏരിയയിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഗ്യാപ്പിലുള്ള എക്സ്ട്രാ റാക്സ് എനിക്ക് കിട്ടിയത് ഹോം സെൻറ്ററിൽ നിന്നാണ്. വളരെ യൂസ്ഫുള്ളായിട്ടത് തോന്നിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു സ്പേസും കൂടി യൂട്ടിലൈസ് ചെയ്യാം ഇങ്ങനൊരു റാക്ക് വാങ്ങുകയാണെങ്കിൽ. ഈ ഒരു ക്യാബിനിലായിട്ടാണ് ഞാൻ മൈക്രോവേവ് ബൗളും അതുപോലെ പുഡിംഗ് ട്രേസൊക്കെ വെച്ചിരിക്കുന്നത്. അതുകൂടാതെ ഒരു
ഹെർബ് ഡിസ്പെൻസർ കൂടി വെച്ചിട്ടുണ്ട്. ഞാനത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ താഴത്തെ ഭാഗത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ഹെർബ്സ് ഇട്ട് വെച്ച് കൊടുക്കലാണ്, അതായത് മല്ലിയില, കറിവേപ്പിലൊക്കെ. അപ്പം യൂസ് ചെയ്തിട്ട് എന്താ റിവ്യൂ എന്നുള്ളത് അറിയിക്കാം. എനിക്ക് തോന്നിയത് നമുക്ക് പുറത്ത് തന്നെ വെക്കാൻ പറ്റും, ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല, കുറച്ച് വെള്ളം അടിയിൽ ഒഴിക്കുകയാണെങ്കിൽ. അപ്പോൾ യൂസ് ചെയ്തിട്ട് റിവ്യൂസ് എന്താണെന്നുള്ളത് അറിയിക്കാം. ഇത് കൗണ്ടർ ടോപ്പിൻ്റെ കോർണറിലുള്ളൊരു ക്യാബിനറ്റാണ്. അപ്പോൾ അതിനകത്താണ് ഞാൻ എൻ്റെ ക്ലിങ് ഫിലിം, അലൂമിനിയം ഫോയിൽ, അതുപോലെ സീലിംഗ് പാക്സ്, പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലത്തെ റാക്കിൽ ബിസ്ക്കറ്റ്സ്, ഇങ്ങനെയുള്ള ഐറ്റംസാണ് അവിടെ വെച്ചിരിക്കുന്നത്. അടുത്തതായി ഞാൻ കൗണ്ടർ ടോപ്പിൻ്റെ താഴത്തെ പൊസിഷൻ കൂടി കാണിക്കാം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലുള്ള ഈ ഒരു ക്യാബിനിലാണ് ഞാൻ അരി, മുളക്, പിന്നെ നമ്മുടെ ഗോതമ്പ് പൊടി, ആട്ടപ്പൊടി, മൈദ, ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും വലിയ കണ്ടെയ്നേഴ്സിലാക്കിയിട്ട് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ എൻ്റെ റൈസ് കുക്കറും ഇവിടെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. പുറത്ത് സ്ഥലം ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സാധനം കൗണ്ടർ ടോപ്പിൽ കാണുമ്പം എന്തോ ഒരു വൃത്തിയോട് പോലെയാണ്. അതുകൊണ്ട് ആവശ്യത്തിന് എടുക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ റൈസ് കുക്കറും അവിടെയാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ക്യാബിനിലായിട്ടാണ് നമ്മൾ ഗ്യാസ് സിലിണ്ടറിൻ്റെ കണക്ഷൻ ഉള്ളത്. അവിടെയാണ് അതിൻ്റെ ഒരു ഹോൾസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം അവിടെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് ചെറിയൊരു സ്പേസിൽ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള മൺചട്ടിയൊക്കെ അവിടെയാണ് വെച്ചിരിക്കുന്നത്. ഇൻഡക്ഷൻ കുക്കറിൻ്റെ താഴെയുള്ള ക്യാബിനറ്റാണിത്. ഇവിടെയാണ് ഞാൻ ചായ ഉണ്ടാക്കുന്ന ഐറ്റംസൊക്കെ, പാത്രങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് ഓയിൽ വെക്കാനുള്ള ഏരിയ ആണ്. അതായത് ഒരു ഡിസ്പോസിബിൾ ട്രേ അത് വെച്ചിട്ട് അതിലാണ് ഞാൻ സൺഫ്ലവർ ഓയിൽ, വെളിച്ചെണ്ണ, അതുപോലുള്ള എല്ലാ ഓയിൽ ഐറ്റംസും, അതുപോലെ പശു നെയ്യ്, ആൽമണ്ട് ഓയിൽ, കാസ്റ്റർ ഓയിൽ, ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഞാൻ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് ഈ ഒരു ഡിസ്പോസിബിൾ ട്രേ ഇടയ്ക്ക് മാറ്റി കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഏരിയ നല്ല നീറ്റായി കിടക്കും. അടുത്ത ക്യാബിനറ്റിലായിട്ട് ഞാൻ മുകളിലത്തെ ഭാഗത്താണ് സ്റ്റീൽ ഐറ്റംസ് എല്ലാം വെച്ചിരിക്കുന്നത്. സ്റ്റീൽ സോസ് പാൻസ്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും, അതുകൂടാതെ കട്ടിംഗ് ട്രേസും. താഴെയായിട്ട് ഞാൻ അലൂമിനിയം പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കുക്കർ, അലൂമിനിയം പാത്രം, അതുകൂടാതെ ഒരു ട്രേയിൽ ഫ്രൈങ് പാൻസും. ഈ ഒരു ക്യാബിനിലായിട്ട് ഞാൻ എക്സ്ട്രാ ഉള്ള എല്ലാ കണ്ടെയ്നേഴ്സും, അതായത് യൂസ് ചെയ്യാത്ത എല്ലാ കണ്ടെയ്നേഴ്സും ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇവിടുന്ന് ഈസി ആയിട്ട് എടുക്കാം. കണ്ടെയ്നേഴ്സിൽ ജഗ്, അതുപോലെ ഒരുവിധം എല്ലാം ഫ്രിഡ്ജിൽ വെക്കുന്ന, ഫ്രീസറിൽ വെക്കാനുള്ള കണ്ടെയ്നേഴ്സ്, ഒരുവിധം എല്ലാ ഐറ്റംസും ഉണ്ട്. എക്സ്ട്രാ വന്നിട്ടുള്ള എല്ലാ ഐറ്റംസും. അതിന് തൊട്ട് താഴെയായിട്ട് എക്സ്ട്രാ ഗ്രോസറി ഐറ്റംസാണ് വെച്ചിരിക്കുന്നത്. ഈ ഒരു ക്യാബിനിലാണ് ഞാൻ എൻ്റെ ബേക്കിംഗ് ടൂൾസ് എല്ലാം വെച്ചിരിക്കുന്നത്. ബേക്കിംഗ് ട്രേസ്, ഡോണറ്റ് ട്രേ, പിന്നെ ബേക്കിംഗ് ബൗൾ, പിന്നെ പാൻ കേക്ക് ഡിസ്പെൻസർ, അതുകൂടാതെ ഒരുവിധം എല്ലാ ബേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുവിധം ഐറ്റംസ് എല്ലാം തന്നെ ഈ ഒരു ക്യാബിനിലാണ് ഉള്ളത്. പിന്നെ പിസ്സ പാന്, ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും. അതുപോലെ എക്സ്ട്രാ 3 ട്രേ വെച്ചിട്ട് അതിലാണ് ഞാൻ സ്പൂൺസ്, പിന്നെ ചോപ്പ് സ്റ്റിക്സ്, സ്ക്യൂവേഴ്സ്, അങ്ങനെയുള്ള, പിന്നെ ക്ലിപ്സ്, നമ്മളെ കിച്ചണിൽ ആവശ്യമായിട്ടുള്ള ക്ലിപ്സ്, ഇങ്ങനെയുള്ള എല്ലാം തന്നെ ഈ ഒരു 3 ട്രേയിലാണ് വെച്ചത്. അത് ഞാൻ സെപ്പറേറ്റ് എടുത്ത് കാണിക്കാം. ഇതാണ് ആ 3 ട്രേ. അതിൽ ഞാൻ കുറച്ച് സിലിക്കോൺ ലിഡ്, അതിൽ സിലിക്കോൺ കവേഴ്സ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഫ്രിഡ്ജിലൊക്കെ എന്തെങ്കിലും ഐറ്റംസ് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സിലിക്കോൺ കവർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അതുകൂടാതെ ഈ കാണുന്ന എല്ലാ ഐറ്റംസുമാണ് ഞാൻ ഈ 3 ട്രേയിലായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് ബർഗർ മോൾഡാണ്.
അതുകൂടാതെ എല്ലാ മെഷറിംഗ് കപ്സ്, പിന്നെ സ്പൂൺസ്, മെഷറിംഗ് സ്പൂൺസ്, പിന്നെ ഫലൂദ സ്പൂൺസ്, ഇങ്ങനെ എല്ലാം തന്നെ ഈ ഓരോ ചെറിയ ചെറിയ കമ്പാർട്ട്മെൻറ്റ്സിൽ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എടുക്കാനും പെട്ടെന്ന് ആവശ്യമുള്ളപ്പോൾ എടുക്കാനും എല്ലാം ഈസിയാണ്. അടുത്തതായി ലെഫ്റ്റ് സൈഡിലുള്ള കൗണ്ടർ ടോപ്പിലേക്ക് പോകാം. അവിടെ കൂടുതൽ സാധനങ്ങളൊന്നും ഞാനൊന്നും വെച്ചിട്ടില്ല. സ്ഥിരം യൂസ് ചെയ്യാനുള്ള പ്ലേറ്റ്സ് വെക്കാൻ വേണ്ടിയിട്ടൊരു റാക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഞാൻ 2 കട്ട്ലറി ഹോൾഡറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാകുമ്പോൾ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യാനുള്ള സ്പൂൺസ്, കട്ട്ലറി ഐറ്റംസ് എല്ലാം ഞാൻ ഇതിലാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ തൊട്ട് മുകളിലത്തെ ക്യാബിനറ്റിലായിട്ടാണ് ഞാൻ സെർവിങ് ഡിഷ്, സെർവിങ് ബൗൾസ്, അതുപോലെയുള്ള സെർവിങ് പ്ലേറ്റ്സ്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഞാൻ ഈ ഒരു ഏരിയയിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അടുത്തതായി വാഷ് ബേസിൻ്റെ തൊട്ട് മുകളിലത്തെ ക്യാബിനറ്റാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അവിടെ ഞാൻ സ്ഥിരം യൂസ് ചെയ്യാനുള്ള കുറച്ച് ഐറ്റംസാണ് ഞാൻ അവിടെ വെച്ചിരിക്കുന്നത്. അത്യാവശ്യമായിട്ടുള്ള ഗ്ലാസ്സസ്, പിന്നെ ഫ്ലാസ്ക്, അതുപോലെ വാട്ടർ ബോട്ടിൽസ്, അങ്ങനെയുള്ള എല്ലാം, ബൗൾസ്, അതായത് മിക്സിംഗ് ബൗൾ, ഇങ്ങനെ കുറച്ച് ഐറ്റംസാണ് ഞാൻ അവിടെ വെച്ചിരിക്കുന്നത്. എൻ്റെ തൊട്ടടുത്തുള്ള ക്യാബിനറ്റിലായിട്ടാണ് ഞാൻ എൻ്റെ കിച്ചൺ ഗാഡ്ജറ്റ്സ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം യൂസ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സ് എല്ലാം തന്നെ ഇവിടെ ഈ ഒരു ഏരിയയിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. എൻ്റെ തൊട്ട് താഴെ ഒരു പ്ലഗ് പോയിൻറ്റിലാണ് ഞാൻ എൻ്റെ മിക്സറിൻ്റെ മോട്ടർ സ്ഥിരം യൂസ് ചെയ്യാൻ പാകത്തിന് വെച്ച് കൊടുത്തിരിക്കുന്നത്. വാഷ് ബേസിൻ്റെ തൊട്ട് താഴെയുള്ള ഈ ഒരു ഏരിയ ഞാൻ എൻ്റെ ക്ലീനിങ് ഐറ്റംസ് വെക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ക്ലീനിങ്ങിനുള്ള എല്ലാ ഐറ്റംസും ഞാൻ ഈ ഒരു ഏരിയയിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതുപോലെ വാഷ് ബേസിൻ്റെ താഴേന്ന് വെള്ളത്തിൻ്റെ ഡ്രോപ്ലെറ്റ്സ് വരണ്ട എന്നുള്ള ഉദ്ദേശത്തിൽ ഒരു പാക്കറ്റ് ഇട്ട് ഒന്ന് കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു 2 ക്യാബിനറ്റിലായിട്ട് ഞാൻ സ്ഥിരം യൂസ് ചെയ്യാനുള്ള കട്ട്ലറി ഐറ്റംസ്, അതുപോലെ സ്പൂൺസ്, സ്പാച്ചുലാസ്, ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്ട്രെയിനേഴ്സ്, ഇങ്ങനെ എല്ലാം, ജ്യൂസ് സ്ട്രെയിനേഴ്സും ചോപ്പേഴ്സ്, അങ്ങനെ എല്ലാ ഐറ്റംസുമാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഉപയോഗിക്കാനുള്ള ലിഡ് ഐറ്റംസ് എല്ലാം ഈ ഒരു ക്യാബിനിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് കിച്ചണിൽ യൂസ് ചെയ്യാനുള്ള ടവൽസും അങ്ങനെയുള്ള എല്ലാം ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. കിച്ചൺ ഡോറിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് എൻ്റെ ഫ്രിഡ്ജിനുള്ള ഏരിയ. അതുപോലെ ഈ ഒരു പാക്കറ്റ്സ് വെക്കാനുള്ള ഒരു ഡിസ്പെൻസറും ഹാങ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൻ്റെ മുകളിലായിട്ടാണ് ടിഷ്യൂ ഹോൾഡർ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ക്യാബിനിലായിട്ട് ഞാൻ എൻ്റെ ഗ്ലാസ് ഐറ്റംസും, അതുപോലെ ലിക്വിഡ് ഐറ്റംസ് എല്ലാം, അതുപോലെ ക്യാൻഡ് ഐറ്റംസ്, ഇങ്ങനെയുള്ളതെല്ലാം ഈ ഒരു ക്യാബിനറ്റിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡോറിന് മുകളിലായിട്ട് ഒരു ടവൽ ഹോൾഡറും കൂടി എക്സ്ട്രാ വാങ്ങി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകിയാൽ ഉണങ്ങാൻ വേണ്ടി വെക്കുന്ന ബാസ്ക്കറ്റ്. നല്ല സൈസുള്ള ബാസ്ക്കറ്റാണിത്. ഇത് യൂഷ്വലി നാട്ടിലൊക്കെയാണ് കാണാറുള്ളത്. ഇത് ഇവിടെ ഒരു ഷോപ്പിൽ കണ്ടപ്പോൾ ഞാൻ വാങ്ങിയതാണ്. വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ കിച്ചണിലെ കാഴ്ചകൾ. വളരെ സിമ്പിളായിട്ടുള്ളൊരു കിച്ചണാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. റിവ്യൂസ് എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക.
ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.